ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ കർത്തൃമേശയോടുകൂടിയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കും നിങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തിമോത്തി കർത്താവിന്റെ ദാസനോട് നന്ദി പറയുന്നു. ഡാനിയിൽ നിന്ന് നമ്മോട് കൂടെ കൊണ്ട് അവർക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ശിവനും പ്രിൻസി സിസ്റ്ററും വളരെ ദൂരം യാത്ര ചെയ്ത് അവരെ ഇവിടെ എത്തിച്ചേരുവാൻ അവരുടെ കുഞ്ഞിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് ഇവിടുന്ന് വിടുതലായ സ്തോത്രം. അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിലൊക്കെ ശിവനുമാഷ് വന്ന് നമ്മുടെ കൂടെ കുടുംബമായിട്ടായിരിക്കാറുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ സന്തോഷിച്ചോൺ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സുഹൃത്തുക്കളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സീനിയർ ശുശ്രൂഷകനായിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേല പലയിടങ്ങളിൽ ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. അവനിപ്പോൾ കായംകുളത്തെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവൻ ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അണക്കര 3 വർഷം കർത്താവിന്റെ വേലയിൽ താനായിരുന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തന്നെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അധികം മുഖവര കൂടാതെ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പകൽ നമ്മോട് ഇടപെട്ട ദൈവാത്മാവ് തന്നെ നമ്മോട് ഇടപെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെയാണ് ദൈവം ഇടപെടുന്ന ഒരു വിധം. അതുകൊണ്ട് ആ വിധത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ പ്രത്യേക നന്ദി പറയുന്നു. കായംകുളത്തും ദീർഘമായി യാത്ര ചെയ്ത് നമ്മുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് പ്രത്യേക സഭയുടെ നന്ദി പറയുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ സന്തോഷം. കർത്താവിൻ്റെ ധന്യമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് നിയോഗത്തോടെ ശുശ്രൂഷയിലായിരിക്കുന്ന അണക്കര സഭ മുതൽ പരിചയമുള്ള കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കായി വിശേഷിച്ച് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ പാട്ടുകൾ പാടുന്ന പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ദീർഘ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ രാത്രി നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബം, ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം അല്പനിമിഷം നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ആത്മാ നിയന്ത്രണത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ തന്നു. അതിനുശേഷം ആ പ്രിയ ഭവനത്തിൽ പോയി വിശ്രമിപ്പാനും സ്നേഹസത്കാരങ്ങളിൽ പങ്കെടുക്കുവാനും കർത്താവ് ഇടയാക്കി. കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അധികം ഒട്ടും മുഖവുര കൂടാതെ ഇന്ന് രാത്രിയിലും നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യാത്ര ചെയ്ത് കായംകുളത്ത് എത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. എനിക്കിങ്ങനെ ഒരവസരം ഒരുക്കിയ ഈ ദൈവസഭയോടും കർത്താവിൻ്റെ ദാസനോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ കടപ്പാടും നന്ദി സന്തോഷത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ രാവിലെ വായിച്ചു തുടങ്ങിയ വേദവചനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 19, 20, 21 വാക്യങ്ങളാണ് നാം ചിന്തയ്ക്കായി ഈ രാവിലെ വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യം വായിക്കുമോ? പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാത്ത എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് അവൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം കൂടെ തലകട വണക്കാം. പിതാവേ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഇന്ന് രാത്രിയിലും വന്നിരിക്കുന്നു. രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കർത്താവ്, ഈ വചനത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് തുറന്നു നൽകണമേ.
ആമീൻ പരിചയങ്ങളെക്കാൾ ഉപരിയായി ഇന്ന് രാത്രിയിൽ വെളിപ്പെടേണ്ട ദൈവവചനവും അതിൻ്റെ വാക്കുകളും ആഴങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ വേലയെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും ദൈവം മാനിക്കണമേ. അടിയൻ വിട്ടേച്ചു പോകുന്ന ദൈവത്തിന്റെ സഭ, നിന്റെ ദാസി കുഞ്ഞുങ്ങൾ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും കർത്താവ് എടുക്കും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ വേദവാക്യം രാവിലെ വായിച്ചതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞേച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. യേശു കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാര് ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് യേശു കർത്താവ് കൊടുക്കുന്ന മറുപടിയുമാണ് ആ 3 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഞാൻ രാവിലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ചോദ്യങ്ങളുണ്ടോ അതിന് ഉത്തരമുണ്ട്. സ്തോത്രം. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര ദൈവകൃപയിലാണേലും എത്ര വചന ശുശ്രൂഷ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ചില ചോദ്യങ്ങൾ നമ്മുടെ അകത്തുനിന്ന് വരും. പരസ്യമായിട്ട് ആരോട് ചോദിച്ചില്ലെങ്കിലും ആമീൻ നമ്മുടെ അകത്ത് തന്നെ ചിലപ്പോൾ ആമീൻ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഇന്നും അതുപോലെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ കർത്താവ് മറുപടി നൽകുന്ന ദൈവമാണ്. ഓക്കെ, ആ ഭാഗമൊക്കെ ഞാൻ വിടുകയാണ്. അപ്പോൾ ചോദ്യം, യേശു കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ആണ് വായിച്ചത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ കാരണവും അവിടെ തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ മുതൽ വായിച്ചു വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 ശിഷ്യന്മാരെ മലയുടെ താഴെ നിർത്തിയിട്ട് 3 ശിഷ്യന്മാരുമായി യേശു കർത്താവ് മലയിലേക്ക് കയറിപ്പോകുന്ന രംഗം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലുണ്ട്. അവിടെ നിന്ന് യേശു കർത്താവ് മലയിൽ നിന്ന് 3 ശിഷ്യന്മാരുമായി ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ കൂട്ടം കൂടിയിരിക്കുന്നതും അവിടെ ഒരു തർക്കവും വാദവും എല്ലാം കണ്ടും കേട്ടും കൊണ്ടാണ് യേശു കർത്താവ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ യേശു കർത്താവ് ചോദിച്ചു, എന്താ നിങ്ങളുടെ തർക്കം, എന്താ നിങ്ങൾ കൂടി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്ന് മുട്ടുകുത്തി യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് എന്ത് ചെയ്യണം? കരുണ തോന്നണം. ഞാൻ വൈകിട്ട് രാവിലെ ഇല്ലാത്തവർക്ക് വേണ്ടിയും കൂടാണ് ആ ഭാഗം ഒന്ന് പറഞ്ഞേച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ഞാൻ രാവിലെ ശക്തമായി ഓർമ്മിപ്പിക്കുകയുണ്ടായി, ചില വിഷയത്തിന്റെ മേൽ ദൈവം കരുണ തോന്നാതെ വിടുതൽ നടക്കുകയില്ല. നമുക്കെത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്കെത്ര പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ആ വിഷയത്തിനകത്ത് കരുണ കാണിക്കാതെ ആ വിഷയത്തിന് വിടുതൽ ഉണ്ടാകില്ല. അത് ഒരു ഭാഗം. ദൈവ കരുണ കാണിച്ചാൽ ആർക്കും അതിനെ തടയാൻ പറ്റില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ മനുഷ്യൻ, ഈ അപ്പൻ യേശുവിനോട് വളരെ താഴ്മയോട് പറയുകയാണ്, എന്റെ മോനോട് ഒന്ന് കരുണ തോന്നണം. ഒരു വാക്കൂടെ പറയാൻ എനിക്ക് ആത്മാവിൽ പ്രേരണയുണ്ട്. ദൈവമേ, ഈ വിഷയത്തിന്റെ മേൽ അങ്ങടെ ഒരു കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വാക്കിൽ ഞാൻ പറയുന്നു, എൻ്റെ ദൈവം ആ വിഷയത്തിന്റെ മേൽ ഒരു കരുണ വെളിപ്പെടുത്തും. താമസിയാതെ ദൈവത്തിന്റെ കരുണ അതിന്മേൽ ദൈവം വെളിപ്പെടുത്തും. വിടുകയാണ്. അപ്പോൾ അങ്ങനെ യേശു കർത്താവിനോട് ആമീൻ പറയുകയാണ്, അങ്ങ് കരുണ കാണിക്കണം. എന്താ കരുണ കാണിക്കേണ്ട വിഷയം അവിടെ പറയുന്നുണ്ട്. ആ മകന്റെ വിഷയം അവിടെ യേശു കർത്താവിനോട് പറയുന്നു, കർത്താവേ,
ചന്ദ്രരോഗം എന്ന് പറയുന്ന ഒരു രോഗം എന്റെ കുഞ്ഞിനെ ബാധിച്ചിരിക്കുക. പല പ്രാവശ്യം ഇവനെ തീക്കകത്തും വെള്ളത്തിലും ഇട്ട് നശിപ്പിക്കാൻ ഈ ശക്തി പല പ്രാവശ്യം ശ്രമിച്ചു. എനിക്ക് ഇവന്റെ മേൽ എന്നേക്കുമായ ഒരു വിടുതൽ വേണം. ഒന്നുകൂടെ പറയാം, ചില വിഷയത്തിന് എപ്പോഴെങ്കിലും അല്ല വിടുതൽ, എന്നേക്കുമായി ഒരു വിടുതൽ ഉണ്ടായേ പറ്റൂ. ഇനിയും അത് തുടരാൻ അനുവദിക്കരുത്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇനിയും അത് നിന്റെ കുഞ്ഞിനെ അകറ്റാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് അവന്റെ മേൽ എന്നേക്കുമായി ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. ഒന്നുകൂടെ ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വിഷയത്തിന്റെ മേൽ അടിസ്ഥാനപരമായ ഒരു വിടുതൽ ഉണ്ടായേ പറ്റൂ. സ്തോത്രം. താമസിയാതെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയം എന്റെ കുഞ്ഞിനെ വല്ലാതെ അലട്ടുകയാ. അതുകൊണ്ട് ഇനിയും ഇത് അവനെ തുടരുത്. ഇനിയും അവൻ അനുവദിക്കാൻ പാടില്ല. എനിക്ക് അവന്റെ മേൽ ഒരു വിടുതൽ വേണം. അപ്പൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുകയാണ്. ഞാൻ രാവിലെ എടുത്തോർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ഇടിവിൽ നിൽക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ അപ്പനും അമ്മയുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പക്ഷേ ഒരപ്പന്റെയും അമ്മയുടെയും ആത്മാർത്ഥമായ നിലവരുടെ മുമ്പിൽ തലമുറകളുടെ മേൽ വിടുതൽ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കൂടെ ഞാൻ എടുത്തു പറയാൻ എന്നെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു. തലമുറകളുടെ മേൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിയാ പറ്റൂ. തലമുറകളെ നോട്ടം പറ്റിരിക്കുന്ന, തലമുറകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ശക്തികൾ എന്നേക്കുമായി അഴിഞ്ഞു മാറട്ടെ. ഈ വചനത്തിന്റെ ശക്തി നിന്റെ തലമുറകളെ ഒരു വിടുതലായി വ്യാപരിക്കട്ടെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നിന്റെ തലമുറകളെ നോട്ടം വെച്ചിരിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന അന്ധകാര മണ്ഡലങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. അവിടെ പറയുകയാണ്, എന്റെ കുഞ്ഞിനോട് കരുണ തോന്നണം. അവന് ഈ അസ്വസ്ഥത അവനെ തെള്ളിയിട്ട് അവനെ നശിപ്പിക്കാൻ അവന്റെ പുറകെ നടക്കുക. ഞാൻ ഒരു കാര്യം പറയാം. ചില രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട്. അത് രോഗമല്ല. ആ ശക്തി വിട്ടുപോയെങ്കിലേ ആ വ്യക്തി സ്വതന്ത്രമാകും. എല്ലാ രോഗവും രോഗമല്ല. ചില രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളുണ്ട്. അതിന് വെട്ടേറ്റെങ്കിലേ ആ വ്യക്തി സ്വതന്ത്രമാകും. ഞാൻ വചനത്തില് ഒരു തെളിവൂടെ പറഞ്ഞേച്ച് ഞാൻ മുൻപോട്ട് കയറി വരാം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുമോ? ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 വർഷമായി, അപ്പൊ ശ്രദ്ധിച്ച്, 18 വർഷമായി ഒരു സഹോദരി എന്ത് ചെയ്തിരിക്കുക?
എത്ര വർഷം വേണേലും പിശാച് ബന്ധിക്കും. സ്വത്രം ഹല്ലേലൂയ. ഇവിടെ 18 വർഷമാണ്. വേറൊരുത്തനെ കാണുന്നുണ്ട് 38 വർഷം ഒരുത്തനെ എന്ത് ചെയ്തു? ബന്ധിച്ചിട്ടു. സ്തോത്രം. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ 18 വർഷമായി ബന്ധിച്ചിരുന്ന അപ്പോൾ അതൊരു ബന്ധനമാ, അതൊരു രോഗമല്ല. രോഗം വേറെ, ബന്ധനം വേറെ. ബന്ധനത്തിന് ചികിത്സ ചെയ്താൽ വിടുതലുണ്ടാകയില്ല. ബന്ധനം അഴിയപ്പെടാതെ ആ വ്യക്തി ഫ്രീ ആവുകയില്ല. സ്തോത്രം. ശ്രദ്ധിക്കണം അവിടെ. ഇനി അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചു. ഒരു രോഗാത്മാവ് ഇവളെ ബാധിച്ചു. എന്തോ വായിച്ചു? ഒട്ടും നിവരുവാൻ കഴിയാതെ. അപ്പൊ അവിടെ രോഗം ബാധിച്ചിരിക്കുന്നത് എവിടാ? അവിടെ നട്ടലിന് നടുവിന് എന്താ? ഞാൻ ചോദിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമേ. അന്ധകാര ശക്തികൾ അവസരം കിട്ടിയാൽ എവിടെയും കയറും. ഇവിടെ നട്ടലിന് അവളെ കൂരിയാക്കിയ ഒരു ശക്തി. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്കാനിങ്ങിൽ തെളിയത്തില്ല, അത് എക്സ്റേ എടുത്ത തെളിയത്തില്ല. അത് എത്ര വലിയ സാങ്കേതികമായ വിദ്യകളിൽ പരിശോധിച്ചാലും അത് തെളിയത്തില്ല. അത് തെളിയുന്നത് അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ള എന്റെ ദൈവത്തിന്റെ മുമ്പിൽ അത് തെളിയും. സ്തോത്രം. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 95 കാലയളവിൽ കുണ്ടറക്കടുത്ത് കാരുവേറിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബമായുള്ള ശുശ്രൂഷയുടെ, താമസിച്ചുള്ള ശുശ്രൂഷയുടെ പ്രാരംഭ സമയം. അന്നൊക്കെ ഒരു വർഷം 1, 2, 3, 21 ഇരുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് പറ്റത്തില്ല, ഇന്ന് ക്ഷീണമായി പോയി. എങ്കിലും ഇന്ന് 12ാമത്തെ ദിവസം ഞാൻ ഉപവാസമാണ്. ഉപവാസത്തിന്റെ ടേസ്റ്റ് അറിയുന്നവർ നാളെ ഉപവസിക്കും, മറ്റേനാളും. ചില ഉപവാസം ഒന്ന് കേൾക്കുമ്പോഴേ എന്തുവാ, ചത്തുപോവോ തളർന്നു പോവോ എന്നൊക്കെ പേടിയാ. ഏതായാലും ഇത്രയും വർഷത്തിനിടയ്ക്ക്, ഈ 38 വർഷത്തിനിടയ്ക്ക് ഞാൻ 43 ഇരുന്നു. 21 ഏതാണ്ട് ഒരു 10-40 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. 7, 14, 3, 5 ഒന്നും ഇരുന്നതിന് കണക്കേ ഇല്ല. ചാവാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചാവണം. പിന്നെ ഏതായാലും ഈ നമ്മുടെ ആ സ്തോത്രം, ആ പഴയ സൗന്ദര്യമൊക്കെ എന്ത് ചെയ്യും? ഏതായാലും ഇത് പോക്കാ. എന്നെ പെരട്ടിയാലും ഇത് പോക്കാം. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, വെറുതെ ഇരുന്ന തുരിപ്പിക്കും. യജമാനന് വേണ്ടി പ്രയോജനപ്പെട്ടങ്ങ് തേയണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ ഇരുന്ന തുരുമ്പിക്കും. യജമാനന് വേണ്ടി പ്രയോജനപ്പെട്ട് തേയണം. ഒരു സംഭവം പറഞ്ഞേ ചെയ്യാൻ വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ആ വർഷം ദൈവത്തിന്റെ സന്നിധിയിൽ ദീർഘമായ ചില ദിവസങ്ങൾ ഉപവസിച്ച് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 12 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, തന്റെ പേര് ഇന്ന് പലർക്കും അറിയാം, ബിജു മുളവന എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ട് കാണും. ബിജു മുളവന. ബിജു മുളവനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നാണ് ഞാനാ. ഞങ്ങൾ തമ്മിൽ ഗുരുവും ശിഷ്യനും എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസവും എന്റെ ഭവനത്തിൽ വന്നിരുന്നു. തമ്പുരാൻ കഴിഞ്ഞാൽ അതിന് മൊത്തം വില കൊടുത്തത് മുഴുവൻ ഞാനാ. ബിജുമുളവന അന്ന് ഞാൻ ആ ദേശത്തിരിക്കുമ്പോൾ താനൊന്ന് ഡൽഹിയിലാണ്. 10-17 വയസ്സുള്ളപ്പം താൻ ഡൽഹി ജോലിക്ക് പോയതാണ്. അപ്പോൾ തന്റെ സ്ഥിതി എന്ന് പറയുന്നത്, വേഗത്തിൽ ഞാൻ പറഞ്ഞു വരാം, ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു കാര്യം പറയാ. ഒരുപാട് വിടുതലിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയുക. താന് ഡൽഹിയിലായിരിക്കുമ്പോൾ
ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഒരു അശുദ്ധ ശക്തി തന്നെ റൂമിനകത്തുനിന്ന് വെളിയിൽ കൊണ്ടുപോകും. മിനിറ്റുകൾക്കപ്പുറത്ത് താൻ മൈലുകൾ തന്നെ കൊണ്ടുപോകും. സുബോധം വരുമ്പോൾ ഒന്നുകിൽ അഴുക്ക് നാളിക്കകത്തായിരിക്കും, അല്ലെങ്കിൽ എരുമക്കൂട്ടിനകത്തായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അതായിരുന്നു തന്റെ സ്ഥിതി. അല്ലെങ്കിൽ ചുടലക്കാട്ടിലായിരിക്കും. അങ്ങനെ സ്വസ്ഥതയില്ലാതെ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് താരായിട്ട് തന്നെ റൂമിനകത്ത് പൂട്ടിയിട്ടു. ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഈ താരായ ചെന്നൊരു പിടിപിടിക്കും, അത് തുറക്കും, ഡൈവ് ചെയ്ത് പുറത്തു പോകും. അതായിരുന്നു തന്റെ സ്ഥിതി. ഭയങ്കര ദാദ അടിച്ച് വെള്ളമടിച്ച് ഈ ഡൽഹി മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ താന് ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തവനായി കള്ളവണ്ടി കയറി താൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് 24 മണിക്കൂറും വാറ്റ്. താൻ രാത്രി കിടക്കുന്നത് കൂവ ഉണ്ട്, കൂവ കൃഷിയുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ വീടിനടുത്തൊരു CSIക്കാരുടെ ശവക്കോട്ടയുണ്ട്. നമ്മൾ ഭൂതഗസ്ഥനെ കുറിച്ച് വായിച്ചിട്ടല്ലേ ഉള്ളൂ. താൻ കിടക്കുന്നത് അവിടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തനിക്ക് തുണി കാണുകയില്ല. അതായിരുന്നു ബിജുവിന്റെ സ്ഥിതി. ആ സഹോദരന്റെ പെങ്ങൾ അന്ന് ഞാൻ കാർവേലി ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ വീടിനടുത്തുനിന്ന് ഒരു 7 കുടുംബം അവിടെ വരും. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോകണം ആ ഭവനങ്ങൾ. ആ ബിജുവിന്റെ സഹോദരി ലിസി സഭയിലുള്ള ഒരു ലീലാമ എന്ന് പറയുന്ന സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ ഉപദേശിയോടൊന്ന് പറ, എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഭൂതമുണ്ടെന്നൊന്നും അറിയത്തില്ല, കാരണം വീട്ടിൽ സ്വസ്ഥതയില്ല. അങ്ങനെ എന്റെ അടുക്കൽ വന്ന് പറയും. ഞാൻ പറയും, എന്നെന്താ പ്രാർത്ഥിക്കാം, അതിനല്ലേ ഞങ്ങൾ വന്നത്. ഒരു ദിവസം വൈകിട്ടത്തെ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ഈ ലീലാമയുടെ വീട്ടിൽ ചെന്നേച്ച് ഞാൻ പറഞ്ഞു, ബിജുവിനെ ഒന്ന് വിളിച്ചോണ്ട് പോവാ. ബിജുൻ പകുതി വരെ പിശാചി വരെ കൊണ്ടുവന്നു. പകുതി വന്നപ്പോൾ അവൻ തിരിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അരമണിക്കൂർ ഈ വീട്ടിനകത്ത് മുറിക്കകത്ത് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അതിനുശേഷം ഒന്നുകൂടെ വിളിച്ചോണ്ട് പോവാ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ വിളിച്ചോണ്ട് പോവാ. ബിജു എന്റെ അടുക്കൽ ഒരു കുഞ്ഞാട് പോലെ വന്നു നിന്നു. ഞാൻ ചോദിച്ചു, മോനെ എന്താ നിന്റെ വിഷയം എന്താ? എന്നോട് പറഞ്ഞ പാസ്റ്റങ്ങളെ, എന്നോട് പറയുന്ന വാക്യങ്ങൾ, പാസ്റ്റങ്ങളെ എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ എൻ്റെ കൂടെ അങ്ങ് കൂട്ടിക്കോളാം. ഒത്തിരി പിള്ളേർ സെറ്റുകൾ അന്ന് എൻ്റെ കൂടെ ഉണ്ട്. ശനിയാഴ്ച രാത്രിയിലാകുമ്പോഴേ പിള്ളേരെല്ലാം വരും പ്രാർത്ഥിക്കാൻ, നടന്ന് പ്രാർത്ഥിക്കുക. 2ാം ക്ലാസ് മുതലുള്ള പിള്ളേർ സഹിതം ആലയത്തിനകത്ത് നടന്നു പ്രാർത്ഥിക്കും രാത്രി, ശനിയാഴ്ച രാത്രി. പിറ്റേ ദിവസത്തെ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് ഭയങ്കര തീയ. 3:30-4 മണിയൊക്കെ ആകും ആരാധന പിരിയാൻ. ഭയങ്കര ആത്മവ്യാപാരം. ഒരാൾ വെളിപ്പാട് കണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആൾ വെളിപ്പാട് കാണും. അത്ര ആത്മസാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വൈഫ് എന്ന എൻ്റെ മകളെ പ്രസവത്തോടുള്ള ബന്ധത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച് അവള് ലില്ലി അരിപ്പാടായിരിക്കുന്ന ഒരു സമയം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു, ബിജുവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ വൈഫ് വരും. അപ്പം ഏതാണ്ട് 1 മാസം 1.5 മാസം കണ്ടായുള്ളൂ ഡെലിവറി കഴിഞ്ഞേച്ച്. ഞാൻ പറഞ്ഞു, 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ എൻ്റെ വൈഫിനെ കൂടെ വിളിച്ചോണ്ട് വരാം, നീ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ കൊണ്ടു നിർത്തി. ഒരു ദിവസം രാത്രിയിൽ പിശാച് ഇവനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണ്ട. അപ്പൊ 2 പേരെ ആ ആലയത്തിനകത്ത് പാർപ്പിച്ചിരിക്കുക. വേറൊരു ബിജു ഉണ്ട്, 2 പേരെ പാർപ്പിച്ചിരിക്കുക. പിശാച് ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല, അവനൊരു വിടുതൽ വേണം. ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ പാസ്റ്ററേജിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ഓളിന്റെ ജനലിൽ കൂടെ നോക്കും, ഇവർ 2 പേരും അതിനകത്തുണ്ടോന്ന്. ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രി. ഒരു ദിവസം പിശാച് ഈ ബിജുവിനോട് പറഞ്ഞു, നീ ഇവിടെ കിടക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രിയിൽ ആലയത്തിന്റെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, കേരളാകത്തെന്ന് പറഞ്ഞു. പേടിച്ചു പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാത്രിയിൽ പിശാചിവനോട് പറഞ്ഞു, വേണ്ട വിസിറ്റിംഗ് മുറി ഉണ്ടോ?
അതിന്റെ അപ്പുറത്തൊരു പഴങ്കാവ് നിപ്പുണ്ട്, അതിനകത്ത് പോയി തൂങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രി വിസിറ്റിംഗ് മുറിയുടെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു കേരള അകത്തെന്ന് പറഞ്ഞു. അന്നും ചുരുണ്ടുകൂടി വന്ന് കിടന്നുറങ്ങി. മൂന്നാമത്തെ രാത്രിയിൽ ഒരു 10:30 കഴിഞ്ഞപ്പോ ഞാൻ ഇവരെ വന്ന് നോക്കി. അവർ കിടക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങിയ. ഒരു 11 മണിയായപ്പോ എന്റെ വൈഫ് എന്നെ വിളിച്ചോളാം, ചാച്ചാ ഒരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. സംഭവം അറിയാമോ? ഞാൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്ന 2-3 സെക്കൻഡിന് മുമ്പ് ഈ പിശാചിവനെ ബിജുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിസിറ്റിംഗ് മുറിക്കകത്ത് കൊണ്ടുപോയി. വിസിറ്റിംഗ് മുറിയുടെ ഷെൽഫിൽ താഴെ എത്തത്തില്ല കയറ്, മൈക്കിന് കെട്ടുന്ന കയറ്, അതെടുത്ത് പിശാചിവന്റെ കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, നീ പോയി ഈ ആലയത്തിനകത്ത് തൂങ്ങിക്കോളാൻ പറഞ്ഞു. ഈ ഒരു ചെറിയ ശബ്ദമാണ് ഞാൻ കേട്ടത്, ഒരു സൗണ്ട്. ഞാൻ ഇറങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ പിശാച് സെക്കൻഡുകൾക്കകം ഇവരോട് പറഞ്ഞു, നിന്നെ കൊണ്ടുവന്ന ദൈവദാസൻ വരുന്നുണ്ട്, മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പാർശ്വേജിൽ നിന്ന് ഇറങ്ങി ഒരു സെക്കൻഡ് മതി, ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ബിജു എന്ത് ചെയ്യാ, മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങുക. എല്ലാ സെക്കൻഡുകൾ കൊണ്ട് നടക്കുക. ഞാൻ വിചാരിച്ചു അന്നാ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാമല്ലോ. ഞാൻ ഒരു അരമണിക്കൂർ വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ 11:30 ആയപ്പോൾ എന്റെ വൈഫ് വീണ്ടും വിളിച്ചേച്ച് പറഞ്ഞു, ചാച്ചാ ഒരു സൗണ്ട് കേട്ടു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ബിജു കിടന്നിടത്തില്ല. ഞാൻ മറ്റേ ബിജുവിനെ വിളിച്ചു, ബിജു എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ പതുക്കെ കണ്ണൊക്കെ തിരുമി എഴുന്നേറ്റ് പറഞ്ഞു, മാസേ തൂങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറയുടെ കഥ തുറക്കാൻ പറഞ്ഞു. കഥ തുറന്നപ്പോൾ ഒരു കയറ് കഴുത്തിലിട്ടിട്ടുണ്ട്, ഒരു കയറ് ഉത്തരത്തെ വലിച്ചെറിഞ്ഞു. ആ സ്ഥിതിയിൽ അവിടെ നിൽക്കുക. ഞാൻ പെട്ടെന്ന് കയറഴിക്കാൻ തുടങ്ങിയപ്പോൾ പൈശാചിക ശക്തി ഇളകി. ഞാൻ പൈശാചിക ശക്തി ഇളകുന്നതൊക്കെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അവൻ കൂടെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് കൈകാര്യം ചെയ്തിട്ടില്ല. പതുക്കെ അന്ധകാര ശക്തികളെ അന്ന് ഏതായാലും ഒരു തരത്തിൽ പ്രാർത്ഥിച്ച് ആമീൻ അവനെ അവിടെ കിടത്തി. പിറ്റേ ദിവസം ഈ ബിജുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇവന് വേണ്ടി 14 ദിവസം കൂടി ഇരിക്കാൻ പറഞ്ഞു. 21 കൊണ്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ വിളച്ചാ വീണ്ടും ഇരിക്കാൻ പറഞ്ഞു. 14 ഇരുന്നു സഹോദരങ്ങളെ. അന്ന് ഇത്രയും വണ്ണമൊന്നുമില്ല. 14 ദിവസം ഈ ബിജുവിന്റെ വിടുതലിന് വേണ്ടി ഇരുന്നു. 13ാമത്തെ ദിവസം രാത്രിയിൽ 12 ഭൂതമാ ബാധിച്ചേ. ആമീൻ. പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടിയിട്ട് ശുശ്രൂഷിക്കുക ആലയത്തിനകത്ത്. ആമി സുബോധം വരുമ്പോൾ ആമി കയറി ആമി അഴിച്ചുവിടും. ആമി പൈശാചിക ശക്തി കയറുമ്പോൾ ആമി കെട്ടിയിടും. കാരണം 12 എണ്ണമാ, പിടിച്ചാൽ പിടികിട്ടത്തില്ല. എന്നെ മാത്രമേ ഉള്ളൂ പേടി. 13ാമത്തെ ദിവസം ദൈവത്തിന്റെ തീ ഇറങ്ങി. തന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ഓരോന്ന് ദൈവം അഴിച്ചു. ആദ്യം താൻ ബന്ധനമഴിഞ്ഞ് വെളിപ്പാട് പറയുന്നത് എന്നോടാ. എന്നോട് പറഞ്ഞു, ഈ ആലയത്തിന്റെ പണി നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ദൈവം ചെയ്തു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കർത്താവിന്റെ ഭൃത്യനാക്കി ദൈവം തന്നെ തീർത്തു. ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്റെ ദൈവം ബന്ധനം അഴിക്കുന്നവനാ. എന്റെ ദൈവം രോഗത്തിന്റെ ബന്ധനം അഴിക്കുന്നവനാ. എന്റെ ദൈവം പൈശാചിക കെട്ടുകളെ അഴിക്കുന്നവനാ. ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞതിന്റെ സാരം, എല്ലാ രോഗവും രോഗമല്ല. അതിന് മരുന്ന് കഴിച്ചാൽ അത് മാറുകയില്ല. പൈശാചിക ശക്തി അഴിയണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണം. ആ രോഗശക്തി മാറണമെങ്കിൽ നിങ്ങൾ ആ 10ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു ദിവസം അവൻ ശവത്തിലിരിക്കുമ്പോൾ 18 വർഷമായി കൂലിയായ രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ. എനിക്കതിനകത്തെ ഒരു സന്തോഷം, ഇവ കൂലിയാണേലും
വരും? അതൊരു നല്ല പോയിന്റാ, പ്ലസ് പോയിന്റാ. നമുക്ക് ചില അസ്വസ്ഥത വന്നാൽ പിന്നെ അന്ന് എന്ത് ചെയ്യത്തില്ല. രാവിലെ ചിലർ ഞാൻ കണ്ടോളൂ, രാവിലെ എഴുന്നേപ്പോൾ 2 തുമ്മൽ തുമ്മി, അന്ന് ഇന്ന് എന്ത് ചെയ്യുന്നില്ല. ചിലർക്ക് അത് മതി, ഇച്ചിരി മതി. പക്ഷെ ആത്മീയം ചിന്തിക്കും, ഞാൻ ഇന്ന് പോകും, ആരാധനയിൽ എനിക്കൊരു വിടുതലുണ്ടാകും. അങ്ങനെ വന്ന് എത്രയോ മീറ്റിങ്ങുകൾ ദൈവം നമ്മെ വിടുവിച്ചിട്ടുണ്ട്. സ്തോത്രം. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തലവേദന, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു അസ്വസ്ഥത, പക്ഷേ നീ തീരുമാനമെടുത്തു, ഞാൻ ആരാധനയ്ക്ക് പോകും. പൈശാചിക ശക്തികളോട് നീ പറഞ്ഞു, ഇന്ന് ഞാൻ പോകും, എനിക്കിന്ന് അവിടുത്തെ ആരാധനയിൽ വിടുതലുണ്ടാകും. അത് ആത്മീയ ലക്ഷണം. അവിടെ വായിക്കുന്നത്, അവൾ എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും എങ്ങനെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ കയ്യോ കാലോ പിടിച്ച് അവൾ ആരാധനയ്ക്ക് വരും. അവിടെ പറയുന്നു, അന്നും അവൾ ആരാധനയ്ക്ക് വന്നു. അടുത്ത വാക്ക് നിങ്ങളൊന്ന് വായിച്ചേ. അതിനു മുമ്പ് രോഗാത്മാവ് ബാധിച്ച് നിങ്ങളുടെ ശ്രദ്ധിക്കണം, നിവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ചില മേഖലകളിൽ ഒന്നും നിവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിന്നെ നിവർത്താതെ പോരാടുന്ന ആ ശക്തി ഇന്ന് രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ. ആത്മീകമായോ ഭൗതികമായോ ശാരീരികമായോ മാനസികമായോ ഒരു വിടുതൽ ഏറ്റെടുത്ത് കേറി വരാൻ പറ്റാതെ നിന്നെ ഒതുക്കിക്കളയുന്ന, നിന്നെ കൂലിയാക്കുന്ന ആ ശക്തി ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ കുറെ നാളുകളായി നിന്നെ നിവർത്താതെ നിവരണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ ശക്തി നിന്ന്, ആ ദേശത്തെ ശക്തി നിന്ന് വല്ലാതെ ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി കേട്ടറിയട്ടെ. ഒതുക്കിക്കളയുന്ന ശക്തികൾ അണിഞ്ഞു മാറട്ടെ. ഭൗതികമായി ഒതുക്കിക്കളയുന്ന ശക്തി, ആത്മീയമായി ഒതുക്കിക്കളയുന്ന ശക്തി, പ്രാർത്ഥനാ മണ്ഡലത്തിൽ ഒതുക്കിക്കളയുന്ന ശക്തി, ആരാധനാ മണ്ഡലങ്ങൾ ഒതുക്കിക്കളയുന്ന ശക്തി, നിവരാൻ കഴിയാതെ ആഗ്രഹമുള്ളതുപോലെ ഉയരാൻ കഴിയാതെ ഒതുക്കുന്ന വ്യാപാരം ഈ രാത്രി നിന്റെ ദേശത്ത്, നീ പാർക്കുന്ന ഇടങ്ങളിൽ, നീ പാർക്കുന്ന ഏറിൽ, ആ ദേശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ശക്തി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഈ രാത്രി തിരിച്ചറി, ആ ദേശത്തെ ശക്തി നിന്നെ ഒതുക്കി നിവരണമെന്ന്, പ്രാർത്ഥിച്ച് കയറണമെന്ന്, ആത്മീയത്തിൽ കയറണമെന്ന്, ശുശ്രൂഷിച്ച് കയറണമെന്ന്, പ്രാർത്ഥിച്ച് കയറണമെന്ന്, ആരാധിച്ച് കയറണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിവരാൻ ഈ ശക്തി സമ്മതിക്കുന്നില്ല. ഇന്ന് രാത്രി അതിന്മേലൊരു വിടുതൽ വ്യാപരിച്ചേ പറ്റൂ. സ്വത്രം 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 സ്വത്രം. പിന്നെ പ്രിയപ്പെട്ടവരെ, അതിന് പിന്നെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി 18 വർഷത്തെ ബന്ധനം ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റുന്നവൻ, ഒരു നിമിഷം കൊണ്ട് അഴിക്കാൻ പറ്റുന്നവൻ ഇന്ന് രാത്രി തിളങ്ങിയിട്ടുണ്ട്. ഭവനത്തെ മുന്നേറ്റത്തിലേക്ക് നടത്താതെ വണ്ണം ഒതുക്കിക്കളയുന്ന ചില ശക്തികൾ, നിന്റെ തലമുറയുടെ മുന്നേറ്റത്തെ തടയുന്ന ചില ശക്തികൾ കഴിഞ്ഞ കുറെ നാളുകളായി അത് പിന്തുടരുകയാണ്. ഇന്ന് രാത്രി കേട്ടറിയട്ടെ. ജീസസ് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഒട്ടും നിവരാൻ കഴിയാതെ നിവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊരു ചേഞ്ച് വരണമെന്ന്, മാറ്റം വരണമെന്ന് അകത്താഗ്രഹമുണ്ട്. പക്ഷെ ഈ ശക്തി സമ്മതിക്കുന്നില്ല. സ്വത്രം സ്വത്രം. ആ ശക്തി ഇന്ന് രാത്രി പൊട്ടണം. ആമേൻ ആമേൻ. പിന്തുടരുന്ന ചില ശക്തികൾ,
ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത, ഇന്ന് രാത്രി അതിന്റെ വേരുകളെ അറുക്കുന്നവൻ, അതിന്റെ വേരുകളെ അറുക്കുന്നവൻ ഇന്ന് രാത്രി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചില പേരുകൾ അറുത്തു മാറ്റാൻ പോകുക. ഓ റബ ശബ്ദര വികക്ഷകസി, നിങ്ങൾ എത്ര പേര് അതിനെ ആരെ ഗ്രഹിക്കുന്നത് അറിയത്തില്ല. വളരെ ശക്തമായി ദൈവാത്മാ പറയുന്നു, ചില പേരുകളെ ദൈവാത്മാവിന്റെ രാത്രി അറുക്കുകയാ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു വചനഭാഗം എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതൊക്കെ വരാം, നിയോഗമുണ്ടെങ്കിൽ വരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷക്കാലത്തെ ഒരു ബന്ധനമാണ് അവിടെ വായിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകണമെന്ന് ചിന്തിച്ചല്ല, പക്ഷേ എങ്കിലും ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്നോട് ആത്മാ പറയുന്ന ആ ഭാഗം ഒന്ന് തുടരണമെന്ന്. ആമീൻ. അവിടെ വായിക്കുന്നത് 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോ ഒന്ന് വായിക്കുമോ? 4:5-4 മുതൽ ഒന്ന് വായിച്ചേ. ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അവിടുത്തെ വിഷയം, അവിടുത്തെ 5 മണ്ഡപമുണ്ട്. ആമീൻ. ഒരുപാട് ആമീൻ രോഗ ബാധിച്ചവർ ആ 5 മണ്ഡപത്തിന്റെ വാതിക്കൽ എന്ത് ചെയ്യുക? കിടക്കുക. അതാത് സമയത്ത് ഒരു ദൂതൻ, എപ്പോഴുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, അതാത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങും. ദൂതൻ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ എന്ത് ചെയ്യും? ആദി എന്ന് പറയുന്ന ഒരു വാക്കിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ്, പക്ഷെ ഇന്ന് രാത്രി സമയമില്ലാത്തതുകൊണ്ട് മുതല യാമീൻ അവിടെ പറയുന്നു ആദ്യം. നിങ്ങൾക്കറിയാം, ഈ ദൈവത്തിന്റെ കാര്യമല്ല ആദ്യമാണ്. എന്തോ നമ്മളാണ് എല്ലാം ലാസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കാര്യമെല്ലാം എപ്പോഴായിരിക്കണം? ആദ്യം. ഇച്ചൂടെ കഴിയട്ടെ. ഇന്ന് ആമീൻ സ്തോത്രം 12 ആയതല്ലേ ഉള്ളൂ. ഇച്ചൂടെ ഒരു 15 ഹലോ, ഒരു 10-20 ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്തോത്രം. അത്രയ്ക്കല്ലയോ? ഏതായാലും 11 മണി ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് അന്ന് ഹലോ സ്തോത്രം. ട്രെയിനിൽ പോകാനും ഫ്ലൈറ്റിൽ പോകാനും 3 മണിക്കൂർ മുമ്പേ എന്ത് ചെയ്യും? പറ. ഇവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാനായെന്ത് കണങ്ങല്ലേ? ദൈവത്തിന്റെ കാര്യം എപ്പോഴും എന്താ? ആദ്യം. ആദ്യം എന്നുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു വാക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ കാര്യം ആദ്യമായിരിക്കണം. ദൈവിക കാര്യങ്ങളെല്ലാം ആദ്യമായിരിക്കണം. എല്ലാം കഴിഞ്ഞേച്ചല്ല ദൈവത്തിന്റെ കാര്യം. സ്തോത്രം. ആദ്യമായിരിക്കട്ടെ. അപ്പൊ അവിടെ പറയുന്നു ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ എന്ത് ചെയ്യും? അവിടുത്തെ വിടുതൽ അങ്ങനെ. ദൂരം ഇറങ്ങും, കുളം കലക്കും. ആദ്യം ഇറങ്ങിയാൽ വിടുതല. പക്ഷെ അവിടെ പറയുന്നു 38 വർഷമായി. ശ്രദ്ധിക്കണേ, യേശു ജനിക്കുന്നതിന് മുമ്പേ ഇവൻ എവിടെ വന്ന? വളരെ വന്ന. പക്ഷെ ഇന്നും ഒരു മാറ്റം. ഈ ചിലരങ്ങനെ വർഷം ഇത്രയും കഴിഞ്ഞു, ഇന്നും എന്ത് ചെയ്യത്തില്ല, ഒരു മാറ്റവും. അന്നും കൈയടിക്കത്തില്ല. നിങ്ങൾ പഠനം. ഇന്നും അന്നും വാതുറക്കത്തില്ല. ഇന്നും അന്നും ശരീരം വിട്ടുകൊടുക്കത്തില്ല. ഇന്നും അന്നത്തെ ഇരിപ്പ. ദൂതൻ ഇറങ്ങാനിട്ടൊന്നുമല്ല, ദൂതൻ ഇവിടെയും ഇറങ്ങിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം ദൂതൻ ഇറങ്ങിയതാ? നീ ഒന്ന് ഏൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അന്നൊരു വിടുതൽ നടന്നേനെ. സ്തോത്രം. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങിയ ദിവസങ്ങളില്ലേ ഇവിടെ? ഹലോ, ഉണ്ടോ? ഉണ്ടല്ലോ. ആ സമയത്തൊന്ന് ഏൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ വിടുതൽ നടന്നേനെ. പോട്ടെ, ഞാൻ വിടുകയില്ല. അവിടെ പറയുന്നു 38 വർഷമായി
വായിച്ചേ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. 2 വാക്ക് എനിക്ക് അതിനകത്ത് ഇഷ്ടമുള്ള 2 വാക്ക്. അതൊന്നുമല്ല ഞാൻ പറയാൻ വരുന്നത്, അടുത്തൊരു വാക്കിലേക്ക് എനിക്ക് വരണം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇന്ന് രാത്രിയിൽ ആ വാക്ക് ഞാൻ ചിലർക്ക് വേണ്ടി പറയുന്നു. നിന്നെ കാണുന്ന ഒരുവൻ, വേറെ ആരും കാണുന്നതിനേക്കാൾ നിന്റെ വിഷയങ്ങളെ നന്നായി കാണുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൻ കാണുന്നതിനേക്കാൾ, അമ്മ കാണുന്നതിനേക്കാൾ, സഹോദരങ്ങൾ കാണുന്നതിനേക്കാൾ, കൂട്ടുപ്രവർത്തകർ കാണുന്നതിനേക്കാൾ നിന്റെ വിഷയങ്ങളെ കാണുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. 2, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് രണ്ടാമത്തെ ഒരു വാക്ക് പറയുന്നു. അവൻ അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ വിഷയങ്ങളെ അറിയുന്ന ഒരുവൻ ഇതാ നിന്റെ സമീപേ. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇടത്ത് ചെവിയായിച്ച് ഇറങ്ങി വരുന്ന ഒരുവൻ നിന്റെ സമീപമുണ്ട്. അവൻ ചിലത് അറിയുന്നു, അവൻ ചിലത് കാണുന്നു. ഉപ്പാപ്പൻ കാണുന്നതിനേക്കാൾ, കൂടപ്പുറപ്പുകൾ കാണുന്നതിനേക്കാൾ, വേണ്ടപ്പെട്ടവർ അറിയുന്നതിനേക്കാൾ നിന്റെ വിഷയങ്ങളെ നന്നായി അറിയുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറിയ കാലമായിരിക്കുന്നു എന്ന് അവിടെ ഒരു വാക്ക് എനിക്ക് പറയണം. ഏറിയ നാളുകളായി വിടുതലില്ലാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി എന്റെ യേശു അറിയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ ശക്തമാണ് ആ വാക്ക്. ഏറിയ നാളുകളായി ഒരു മാറ്റമില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി അറിയാവുന്നവൻ ഇതിനകത്ത് നിന്റെ അടുക്കൽ ഇതാ നിന്നോട് ഇടപെട്ട് നിന്റെ സമീപം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഏറിയ നാളായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിനക്ക് സൗഖ്യമാകാൻ. എന്താ യേശു അവനോട് അങ്ങനെ ചോദിച്ചേ? നമ്മളായിരുന്നു, ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കും, നമ്മളായിരുന്നു എന്നെ സ്ഥലം വിട്ടേ ഇല്ലയോ? 38 വർഷമായിട്ടും അവിടെ എന്ത് ചെയ്യാ? പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ. നിങ്ങൾക്കറിയാമോ, ഒരു മനസ്സൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മനസ്സ് പോയാൽ എല്ലാം. നമ്മളെ പലതും കർത്താവ് ആരോഗ്യവും ബലവും ഒക്കെ ക്ഷീണിക്കുമ്പോഴും ബലഹീനമാകുമ്പോഴും ഒക്കെ നമ്മൾ പലതും ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സൂടെ പോയാൽ എല്ലാം പോയി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇനി എത്ര ശക്തമായ ആരാധന ഇവിടെ നടന്നാലും ഞാൻ ഇന്ന് ആരാധിക്കുന്നില്ലെന്നും മനസ്സുകൊണ്ട് പറഞ്ഞാൽ എന്തോ നടക്കും? ഒന്നും നടക്കില്ല. ഞാൻ ഇന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. മനസ്സുണ്ടോ നിനക്ക് വിടുതലുണ്ടാവും. അവിടെ ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല. അടുത്ത ഒരു വാക്കിലേക്ക് എനിക്ക് പറയാം. യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ. അവന്റെ വിഷയം അറിഞ്ഞ് കണ്ടേച്ചാണ് അവന്റെ അടുക്കൽ വന്നത്. ഇനി ആ വാക്കിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഈ 38 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യത്തെ താല്പര്യമൊക്കെ അങ്ങനാണല്ലോ. ഇറങ്ങി പുറപ്പെട്ട സമയത്ത് എന്തൊരു തീഷ്ണതയായിരുന്നു. കുറെ കഴിയുമ്പം ആ തീഷ്ണതയൊക്കെ എന്ത് ചെയ്തു? കുറഞ്ഞെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും. മനസ്സിലോ? ഞാൻ രാവിലെ പറഞ്ഞു 38 വർഷമായി ഞാൻ ശുശ്രൂഷ. ഞാൻ ഇന്നും ശക്തമായി ആരാധിക്കും. ഞങ്ങളുടെ സഭയിൽ ഒരൊറ്റ പാട്ട് പാടിയാൽ 1.5 മണിക്കൂർ ഞങ്ങൾ ആരാധിക്കും. 1.5 മണിക്കൂർ ഒറ്റ പാട്ടേ പാടും. പിന്നെ ഇടയ്ക്ക് ഒരു ധ്യാനത്തിന്റെ പാട്ടുണ്ട്. ഇവിടുത്തെ
രീതികൾ വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ അനുഭവം പറയാം. ഞാൻ ഇന്നും എനിക്ക് പൊതുവെ ഇച്ചിരി ശബ്ദമുള്ള ആളാണ്. ഞാൻ ഒരിക്കലും കൈയടിക്കാതെയോ ശബ്ദമെടുക്കാതെയോ ദൈവത്തെ സ്തുതിക്കാതിരിക്കുകയില്ല. അപ്പം ഇത്രയും സീനിയോറിറ്റിയൊക്കെ എനിക്കുണ്ട്, എന്നാൽ അനങ്ങാപ്പാറ പോലെ ഇരിക്കാം എന്ന് ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കും. കാരണം ആരാധനയ്ക്കകത്തുള്ള വിടുതൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കൈയടിച്ചാൽ, ശരീരം വിട്ടുകൊടുത്താൽ, വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ അതിന്റെ വിടുതൽ എന്താണെന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. ഈ ശ്വാസം പോകുന്നിടം വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ അവസാന ശബ്ദം വരെ ശക്തിയോടായിരിക്കണം. എനിക്കത് ആഗ്രഹമായെന്നെ. ഹല്ലേലൂയ. കാരണം എന്റെ ദൈവം വിടുവിച്ച വിടുതൽ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ലോകത്തിൽ മാറ്റപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന ശബ്ദം, ദൈവം തന്ന സകല വിടുതലുകൾ ഓർക്കുമ്പോൾ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? നമുക്ക് വാക്യമൊക്കെ അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, നമ്മൾ ആ സ്റ്റാൻഡേർഡ് വിട്ട് എന്ത് ചെയ്യത്തില്ല. തുണി ചുളുങ്ങുന്നതോ വേർക്കുന്നതോ ഒന്നും നമുക്കെന്തല്ല. ശരിക്കും ആരാധന അതിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ വേർക്കും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അത് മാത്രം ആരാധനയാണെന്നൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ശരിയായ ആരാധന നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ അവൻ നിന്റെ ശരീരം വേർക്കും. അതിനകത്തൂടെ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കും. ഞാൻ സ്തോത്രം ഒരു ദിവസം കൊണ്ടൊന്നും വിടുതലിലേക്ക് കയറി വന്നതല്ല. ഇങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഒറ്റയ്ക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റയ്ക്കിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും ഒക്കെയാണ്, പക്ഷെ ഒറ്റയ്ക്കിരുന്ന് ആത്മാവിനെ ആരാധിക്കണം. അതാ ദൈവത്തെ സ്തുതിക്കുന്ന ആഴം. സ്തോത്രം. ശ്രദ്ധിക്കൂ, ഞാൻ ആ ഭാഗത്തേക്ക് വരട്ടെ. അവിടെ പറയുന്നത് 38 വർഷമായി രോഗാത്മാവ് ബാധിച്ച് വിടുതൽ പ്രാപിക്കാത്ത ഈ മനുഷ്യൻ യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിലും യേശു ചോദിക്കുന്നു, മനസ്സുണ്ടോ? നിനക്കൊരു വിടുതൽ തരാം. മനസ്സുണ്ടെങ്കിൽ ഒരു വിടുതൽ തരാം. ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി വലിയ വിലയൊന്നും കൊടുക്കാതെ, ഒത്തിരി ഒന്നും ആരാധിക്കാതെ ഇത്രയൊക്കെ വിടുതൽ ദൈവം ചെയ്തില്ലേ? ഒന്നുകൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തായിരുന്നെങ്കിലോ? ഒന്നുകൂടെ ശരീരത്തെ വിട്ടുകൊടുത്തായിരുന്നെങ്കിലോ? ഒന്നുകൂടെ ഒന്ന് ഏൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലോ ഇതിനേക്കാൾ വിടുതൽ ഉണ്ടാകത്തില്ലേ? സ്തോത്രം. നാവിന്റെ കെട്ട് അഴിയത്തില്ലയോ? ശരീരത്തിന്റെ ബന്ധനം അഴിയത്തില്ലയോ? സ്തോത്രം. അല്ലെങ്കിൽ എവിടെ പറയുന്നു, അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. സ്തോത്രം. അവനോട് ചോദിച്ചെന്തോന്നറിയാവോ? ഈ ചിലര് ചോദിക്കുന്നതിന് മറുപടി അല്ല പറയുന്നത്. അവനോട് ചോദിക്കുന്നത് സൗഖ്യമാകാൻ യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഒന്നീ മനസ്സുണ്ട് അല്ലെങ്കിൽ. പക്ഷെ ഇവൻ പറയാ കേട്ടോ, ചില ചോദിക്കുന്നതിന് മറുപടി അല്ല പറയുന്നത്. അവൻ പറയുക, കർത്താവേ, രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്കാരുമില്ല. ഞാനൊരു പ്രത്യേക സമയത്ത് വലിയ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരൊറ്റപ്പെട്ടവനായി വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ ഒറ്റപ്പെടലിന്റെ ആഴങ്ങൾ എന്താണെന്ന് ശരിക്ക് ഞാൻ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. അത് എൻ്റെ ചെറുപ്രായം മുതലും ഈ ആത്മീക മണ്ഡലത്തിൽ വന്നതിന് ശേഷവും. ഞാൻ ഇന്ന് രാവിലെ വൈകിട്ട് ഈ ദൈവദാസനോട് പറഞ്ഞു, ഞാൻ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിനകത്തെ രാഷ്ട്രീയത്തിനകത്തുള്ള ഒരാള് അല്ല. സ്തോത്രം. എന്താ നിങ്ങളെ മിണ്ടാത്തെ? ഞാൻ രാഷ്ട്രീയത്തിനകത്തില്ല.
അതിൻ്റെതായ ഒറ്റപ്പെടലുകൾ, അതിൻ്റെതായ മാറ്റി നിർത്തലുകൾ ഒക്കെ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിക്കുന്നു. പക്ഷേ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതെല്ലാം എന്റെ ശുശ്രൂഷകൾക്ക് മാറ്റുകൂടിയതല്ലാതെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, അവൻ പറയുന്ന ഒരു വാക്കിനകത്തെ ഒരാഴം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ പറയുന്നു, എന്നെ കുളത്തിലാക്കാൻ. ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാക്ക് ഏറ്റെടുക്കണം. അവൻ പറയുകയാണ്, എനിക്കാരും ഇന്ന് രാത്രി. നിങ്ങൾക്കറിയാമോ, ചിലരെ നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ അവർക്കെല്ലാരും ഉണ്ട്, പക്ഷെ ആരും എല്ലാവരുടെയും നോട്ടത്തിൽ എല്ലാം ഉണ്ട്, പക്ഷെ നിനക്കാരുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കണേ, എല്ലാവരും പ്രാർത്ഥിക്കണേ. വളരെ ശക്തമായിട്ടാണ് ഞാൻ ഈ ദൂത് പറഞ്ഞു വരുന്നത്. എന്നോട് ആത്മാവ് നിർബന്ധിക്കുന്ന മേഖലകളിലേക്ക് ഞാൻ പോയേ പറ്റൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ആത്മാവ് പറയുന്നു, ആരുമില്ലെന്നുള്ള ഒരു തോന്നൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നിനക്കൊരുവൻ ഉണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവാം. സ്വോത്രം, 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 സ്വോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ? ചിലരുടെ നോട്ടത്തിൽ, ചിലരുടെ കാഴ്ചപ്പാടിൽ നിനക്കെല്ലാരും ഉണ്ട്, പക്ഷെ നിനക്കാരുമില്ല. പക്ഷെ നിനക്കൊരുവൻ ഉണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവാം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഓ, നിന്റെ തലമുറയ്ക്ക് ഇന്നാരുണ്ടെന്ന്, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവാം. ഇന്ന് രാത്രി നിരാശകൾ മാറട്ടെ, ഇന്ന് രാത്രി ആ ഭാരം മാറട്ടെ, ഇന്ന് രാത്രി ആ വേദന മാറട്ടെ, ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന ആ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ